റസൂലുള്ളാഹിയുടെ ചരിത്രം പറഞ്ഞ് നിങ്ങളങ്ങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല, ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം, അല്ലാഹ് മരിക്കുന്നത് വരെ ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൂല പടച്ചോനെ. ഈ നാവ് കൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അവസാനം അത് പറഞ്ഞു മരിക്കേണ്ടവനാണ്. അതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂല. മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തെന്നറിയുമോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോ ലിമ ഖുൽത ഹാദാ, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിപ്പിക്കൂല. എന്തോ ഒരു തീരുമാനം, എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്താനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയാം. ഒരിക്കൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ചത്തു പുഴുത്തു നാറിക്കിടക്കുന്ന ഒരു കോവർ കഴുതയുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. പുഴുത്തു നാറി ദുർഗന്ധമാണ്. എല്ലാവരും ഇങ്ങനെ മൂക്കുവത്തുമ്പോ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പ് പോയിട്ട് പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നത്, വേദനിപ്പിക്കുന്നത് ഖൈറുൽ ലഹു, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. ഇത് അതിനേക്കാൾ നല്ലത് ഈ ചീഞ്ഞടിഞ്ഞ് കിടക്കുന്ന പുഴുത്തു നാറി കിടക്കുന്ന കോവർ കഴുതയെ നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാ. ഒരു പ്രസിഡന്റിനെ, ഒരു സെക്രട്ടറിയെ, ഒരു ഖത്തീബിനെ, ഒരു സംഘാടകനെ, ഒരു പഞ്ചായത്ത് മെമ്പറെ, കൂടെ നടക്കുന്ന കൂട്ടുകാരനെ, ബന്ധുക്കളെ, അമ്മായിയെ, മരുമകളെ, നാത്തൂനെ, ഭർത്താവിനെ, ഭാര്യയെ, ഭർത്താവിന്റെ അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, അനുജത്തിയെ, ജ്യേഷ്ഠത്തിയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളുടെ മക്കളെ, കൂട്ടുകാരെ, അങ്ങനെ കല്യാണത്തിനും മരണത്തിനുമായി എത്ര കുറ്റപ്പെടുത്തലുകളാണ്. അതിനേക്കാൾ നല്ലത് പുഴുത്തു നാറിക്കിടക്കുന്ന കോവർ കഴുതയുടെ മാംസം നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹുവിന്റെ റസൂലല്ലാ പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പറയുന്നെങ്കിൽ ഫൽയഖുൽ ഖൈറാ, നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, ചുപ്പ് രഹോ, ഒന്നും മിണ്ടരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ